ഹലോ ഗൈസ്, നമ്മൾ എല്ലാവരും കാത്തിരുന്ന SSC CGL നോട്ടിഫിക്കേഷൻ റിലീസ് ആയിട്ടുണ്ട് അല്ലേ? നമ്മുടെ SSCയുടെ കാലണ്ടറിൽ പറഞ്ഞ പ്രകാരം ജൂൺ 9 തന്നെയായിരുന്നു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഇത്തവണയും ഒരുപാട് വേക്കൻസീസുമായിട്ടാണ് SSC CGL നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഏകദേശം 14,000-ൽ പരം വേക്കൻസീസ് ആണ് ഈ വർഷം അനൗൺസ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് എന്നും ഇനി ഇത് കൂടാതെ SSC CGL ഈ 2025 നോട്ടിഫിക്കേഷനിൽ ഇതുവരെ കാണാത്ത 2 അഡീഷണൽ പോസ്റ്റുകൾ കൂടി നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് പുതിയ പോസ്റ്റുകൾ? കഴിഞ്ഞ വർഷത്തെ CGL-നും ഈ വർഷത്തെ CGL-നും എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോ? നമുക്ക് ഇവിടെ ഹാപ്പി ആവാനുള്ള കൂടുതൽ കാര്യങ്ങൾ ഈ നോട്ടിഫിക്കേഷനിൽ എന്തൊക്കെയാണ് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്ന SSC CGL 2025 എക്സാമിനേഷന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഡിസ്കഷൻ ആണിത്. ഹായ്, നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് എക്സാം സ്റ്റാർട്ട് ആകുകയാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ജൂണിലെ എൻട്രിയുടെ എഡ്യൂഫെസ്റ്റും സ്റ്റാർട്ടായി കഴിഞ്ഞു. അപ്പോൾ ഇപ്പം പഠിച്ച് തുടങ്ങുന്നവർക്ക് ഈ ഒരു സ്പെഷ്യൽ ഓഫറിൽ ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ജോലി കിട്ടുന്നവരെ എക്സ്റ്റൻഡഡ് വാലിഡിറ്റിയിൽ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം ഈ ഒരു 1 ടൈം ഇൻവെസ്റ്റ്മെന്റിലൂടെ. ഇപ്പം തന്നെ ജോയിൻ ചെയ്യുമല്ലേ? സോ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ഡേറ്റ്സ് ഡിസ്കസ് ചെയ്തുകൊണ്ടാണ്. ജൂൺ 9 തന്നെയായിരുന്നു നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത്. സോ ഇന്നലെ ജൂൺ 9 രാത്രിയൊക്കെ ആയപ്പോഴാണ് നോട്ടിഫിക്കേഷൻ വന്നത്. സോ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ഏകദേശം ഒരു മാസം കറക്റ്റ് അല്ല, നോർമലി ഒരു മാസം ഉണ്ടാവാറുണ്ട്, ഇത് ഒരു മാസം ഇല്ല, ഒരു മാസത്തിൽ താഴെ സമയം മാത്രമാണ് നമ്മുടെ ആപ്ലിക്കേഷൻ വിൻഡോ ആക്റ്റീവ് ആയിട്ടുണ്ടാവുകയുള്ളൂ. സോ ജൂൺ 9 മുതൽ ജൂലൈ 4 വരെയാണ് ആപ്ലിക്കേഷൻ വിൻഡോ ആക്റ്റീവ് ആയിട്ടുണ്ടാവുക. ആൻഡ് നമ്മുടെ കാലണ്ടറിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം എക്സാമിനേഷൻ നടക്കാൻ പോകുന്നത് ഓഗസ്റ്റ് ലാസ്റ്റ് ആണ്. അതായത് ഓഗസ്റ്റ് 13 മുതൽ 30 വരെയാണ് എക്സാമിനേഷൻ, അതായത് Tier 1 എക്സാം നടക്കുന്നത്. അതിനുശേഷം ഇതിലൂടെ സെലക്ട് ആവുന്നവർക്ക് വേണ്ടിയിട്ടുള്ള Tier 2 എക്സാമിനേഷൻ നടക്കുന്നത് ഇവിടെ ഡിസംബർ 2025 ഓക്കെ. ഇനി ഫീ പേയ്മെന്റ്, ഇനി ആർക്കൊക്കെ അപേക്ഷിക്കാം, എന്താണ് എലിജിബിലിറ്റി തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. സോ ഫോർ നൗ ഇപ്പോൾ നിങ്ങൾ അറിയേണ്ടത് ഈ വരുന്ന ജൂലൈ 4 വരെ മാത്രമാണ് ആപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ടാവുകയുള്ളൂ. സോ ലാസ്റ്റ് ഡേയിലേക്കൊന്നും ആരും പോകരുത്, എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്ത് തുടങ്ങുക. ആൻഡ് നിങ്ങൾക്ക് ഫീ പേയ്മെന്റ് വരെ ഓൺലൈനായിട്ട് ചെയ്യാവുന്നതാണ്. സോ ഇവിടെ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഓൺലൈൻ പേയ്മെന്റ് ഗേറ്റ് വഴി നിങ്ങൾക്ക് ഡയറക്ട്ലി ഫീ പേയ്മെന്റ് ചെയ്താൽ മതി. കംപ്ലീറ്റ് ആപ്ലിക്കേഷൻ പ്രോസസ്സും എല്ലാം ഓൺലൈൻ തന്നെയാണ്. ഇനി ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ പുതിയ 2 പോസ്റ്റുകൾ കൂടി ഈ വർഷം അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? സോ നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. നമ്മളിപ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ വലിയ ഡിഫറൻസ് ഒന്നും തോന്നില്ല. നോർമലി ഇങ്ങനെ തന്നെയാണ് SSC CGL പോസ്റ്റുകളൊക്കെ വരാറുള്ളത് അല്ലേ? നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ, അസിസ്റ്റന്റ് വീണ്ടും സെക്ഷൻ ഓഫീസർ, പല ഡിപ്പാർട്ട്മെന്റുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാകും. സബ് ഇൻസ്പെക്ടർ പോസ്റ്റ് ഉണ്ട്, സെക്ഷൻ ഹെഡിന്റെ പോസ്റ്റ് ഉണ്ട്, പ്രിവെന്റീവ് ഓഫീസർ, ഇൻസ്പെക്ടർ, അങ്ങനെ ഒരുപാട് പോസ്റ്റുകളുണ്ട്. എന്നാൽ അതിന്റെ കൂടെ 2 എക്സ്ട്രാ പോസ്റ്റുകൾ കൂടി നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ടാവും. അതിൽ ഒന്നാമത്തെ പോസ്റ്റ് ആണ് നമ്മുടെ ഓഫീസ് സൂപ്പറിൻറ്റൻഡന്റ് പോസ്റ്റ്. സോ ഇത് CBDT, അതായത് സെൻട്രൽ ബ്യൂറോ ഓഫ് ഡയറക്ട് ടാക്സസ്. സോ ഇവിടെ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസിന്റെ കീഴിലാണ് ഈ പുതിയ പോസ്റ്റ് വന്നിരിക്കുന്നത്. ഓക്കെ, സോ ഓഫീസ് സൂപ്പറിൻറ്റൻഡന്റ് എന്ന് പറയുന്ന ഈ പോസ്റ്റ് ഗ്രൂപ്പ് ബിയിൽ വരുന്ന ഒരു പോസ്റ്റ് ആണ്. 18 മുതൽ 30 വയസ്സ് വരെ പ്രായമുള്ള ആർക്കും അപേക്ഷിക്കാവുന്ന ഒരു പോസ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ ഡൗട്ട് ഉണ്ടായിരിക്കും, 18 തൊട്ട് 30 വയസ്സ് വരെ മാത്രമാണോ, ഇനി പല കാറ്റഗറീസിലും റിലാക്സേഷൻ ഉണ്ടല്ലോ എന്നൊക്കെ. നിങ്ങൾ അതൊന്നും ഓർത്ത് പേടിക്കേണ്ട, അതെല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി വീണ്ടും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓരോ കാറ്റഗറിക്കും സ്പെസിഫിക് ആയിട്ടുള്ള റിലാക്സേഷൻ ഉണ്ട്, അത് എന്തൊക്കെയാണ് എന്ന് നമ്മൾ ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ത്രൂ ഔട്ട് ഓരോ പോസ്റ്റിന്റെയും ഏജ് ആണ്. ഓക്കെ, ഏജ് കാറ്റഗറിയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ 20 തൊട്ട് 30 വയസ്സ് വരെയുള്ള ആർക്കും അപേക്ഷിക്കാം. സോ ഇതിന്റെ മിനിമം ഏജ് 20 വയസ്സ് വരെയാണ്. ഇനി അത് പല ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് മിനിസ്ട്രീസിലാണ് നിങ്ങൾക്ക് ഇത് കാണാനായിട്ട് പറ്റുന്നത്. നെക്സ്റ്റ് ഇൻസ്പെക്ടർ ഓഫ് ഇൻകം ടാക്സ്, അതിനുശേഷം ഇൻസ്പെക്ടർ, സെൻട്രൽ എക്സൈസിലെ ഇൻസ്പെക്ടർ എക്സാമിനർ. ഈ പോസ്റ്റുകളുടെ ഒക്കെ പ്രായം 18 തൊട്ട് 30 വയസ്സ് വരെയാണ്. ജനറൽ ആയിട്ടുള്ള റിലാക്സേഷൻ എത്രയാണെന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞു തരാം കേട്ടോ. ഇനി വീണ്ടും നമ്മുടെ അസിസ്റ്റന്റ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ, ഇൻസ്പെക്ടർ പോസ്റ്റുകൾ, സെക്ഷൻ ഹെഡ്, ഈ തുടങ്ങിയ പോസ്റ്റ്
പോസ്റ്റുകൾക്കൊക്കെ 18 തൊട്ട് 30 വയസ്സ് വരെയാണ്. പക്ഷേ സബ് ഇൻസ്പെക്ടർ പോസ്റ്റിന് വരുന്നത് 20 തൊട്ട് 30 വയസ്സ് വരെ ഇടയിലാണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ, എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ്, റിസർച്ച് അസിസ്റ്റന്റ്, ഡിവിഷണൽ അക്കൗണ്ടന്റ് തുടങ്ങിയ പോസ്റ്റുകൾക്ക് 18 തൊട്ട് 30 വയസ്സ് വരെയാണ് വന്നിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് കാണാൻ സാധിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ, നെക്സ്റ്റ് ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ. അപ്പം ഈ ഒരു പോസ്റ്റിന് 18 തൊട്ട് 32 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. സോ ഈ പോസ്റ്റിന് പക്ഷേ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. നിങ്ങൾ JSOയുടെ പോസ്റ്റിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ Tier 2 എക്സാം വരുമ്പം അവിടെ നിങ്ങൾ സാധാരണ അപ്പിയർ ചെയ്യുന്ന പേപ്പറിൻ്റെ കൂടെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു പേപ്പർ കൂടെ ഇതിന് അപ്പിയർ നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. സോ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ സ്കീം ഓഫ് എക്സാം ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അത് നമുക്ക് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഇനി നമ്മൾക്ക് അറിയാം പോസ്റ്റൽ അസിസ്റ്റന്റും സോർട്ടിംഗ് അസിസ്റ്റന്റും ഇതൊക്കെ നേരത്തെ തന്നെ CHSLന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ജോലികളായിരുന്നു. അതിപ്പം കുറച്ച് വർഷങ്ങളായിട്ട് CGLന്റെ ഭാഗത്തേക്കാണ് വന്നിരിക്കുന്നത്. സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ്, ടാക്സ് അസിസ്റ്റന്റ്, സബ് ഇൻസ്പെക്ടർ. അപ്പം ഇതൊക്കെയാണ് നമുക്ക് ഇത്തവണ വന്നിരിക്കുന്ന പോസ്റ്റുകൾ. അപ്പൊ ഇതിൽ എല്ലാത്തിലും കൂടെ ഏകദേശം 14,000 സംതിങ് വേക്കൻസിയാണ് ഇത്തവണ പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? അപ്പൊ ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യം. ഇനി അതുപോലെ തന്നെ രണ്ടാമതൊരു പോസ്റ്റ് കൂടെ ഇവിടെ ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ പോസ്റ്റ് സെക്ഷൻ ഹെഡ് എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ്. സോ ഡയറക്ടർ ജനറൽ ഓഫ് ഫോറിൻ ട്രേഡിന്റെ കീഴിൽ വന്നിരിക്കുന്ന മറ്റൊരു ഗ്രൂപ്പ് ബി പോസ്റ്റാണ് സെക്ഷൻ ഹെഡ് എന്ന് പറയുന്നത്. സോ എന്നിങ്ങനെ 2 പുതിയ പോസ്റ്റുകളാണ് ഇവിടെ ഇത്തവണത്തെ 2025 CGLൽ പുതിയതായിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് പോസ്റ്റുകൾ, അവയുടെ ഏജ് ക്രൈറ്റീരിയൻ എത്രയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, അതായത് നമ്മുടെ വേക്കൻസീസ് ആണ്. സോ ഇവിടെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാം, there are approximately 14,582 വേക്കൻസീസ്. സോ 14,000-ന് മുകളിൽ വേക്കൻസീസ് ആണ് ഇത്തവണ വന്നിട്ടുള്ളത്. പക്ഷേ ഓരോ പോസ്റ്റിനും എത്ര വേക്കൻസീസ് ഉണ്ടാകും എന്നുള്ള കാര്യം നമുക്ക് അറിയില്ല. പക്ഷെ നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് ഈ വന്നിരിക്കുന്ന പുതിയ പോസ്റ്റുകളിലേക്ക് 4,000 അബവ് വേക്കൻസീസ് ഉണ്ടാകും എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. സോ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടെങ്കിലാണ് ഓരോ പോസ്റ്റിനും എത്ര വേക്കൻസിയാണ് വരിക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സോ നിങ്ങളുടെയൊക്കെ മനസ്സിലുള്ള ഒരു ഡൗട്ട് ആയിരിക്കും, റിസർവേഷൻ എങ്ങനെയാണ് വരുന്നത് അല്ലെ? ഓരോ പോസ്റ്റിനും റിസർവേഷൻ ഉണ്ടാവുമോ, ഓരോ ഏജ് റിലാക്സേഷൻ എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ. അപ്പൊ അതിന്റെ കാര്യം കൂടെ നമുക്ക് ഇവിടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. സോ ഇപ്പം ഏജ് ലിമിറ്റ് നിങ്ങൾ പല പോസ്റ്റുകൾക്കും പലതാണ് എന്ന് കണ്ടിട്ടുണ്ടാവും അല്ലെ? ചിലതിന് 18 to 27 ഇയേഴ്സ് ആണ്. ഇപ്പൊ JSOയുടെ പോസ്റ്റ് ആണെങ്കിൽ 18 to 32 ഇയേഴ്സ് ആണ് വരുന്നത്. ഇനി അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസറിന്റെ പോസ്റ്റ് ആണെങ്കിൽ 20 to 30 ഇയേഴ്സ് ആണ് വരുന്നത്. ഇനി ഇൻസ്പെക്ടറിന്റെ പോസ്റ്റ് ആണെങ്കിൽ 18 to 30 ഇയേഴ്സ് വരും. അപ്പോൾ ഇതിനൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ജനറലി നിങ്ങൾ ഏത് കാറ്റഗറിയിലാണ് അപ്ലൈ ചെയ്യുന്നത് എന്നതിനനുസരിച്ചിട്ടാണ് നിങ്ങളുടെ റിലാക്സേഷൻ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. സോ നിങ്ങളൊരു ജനറൽ കാറ്റഗറിയിൽ നിന്നും അപ്ലൈ ചെയ്യുന്ന ഒരു ആളാണെങ്കിൽ 18 to 27 എന്ന് ഉദ്ദേശിക്കുന്നത്, അതായത് August 2, 98-നും വീണ്ടും August 1, 2007-നും ജനിച്ച ആളാണെങ്കിൽ മാത്രമാണ് ജനറൽ കാറ്റഗറിയിൽ നിന്ന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതേസമയം ഇതേ ഏജ് ഗ്രൂപ്പിലാണ് നിങ്ങൾ പെടുന്നത്, എന്നാൽ നിങ്ങളൊരു OBC കാൻഡിഡേറ്റ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു +3 ഇയേഴ്സിന്റെ റിലാക്സേഷൻ കിട്ടും. സോ 18 to 27 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ August 2, 98 എന്നുള്ളത് August 2, 95 മുതൽ ഇങ്ങോട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഇനി നിങ്ങൾ വീണ്ടും SC and ST കാറ്റഗറിയിൽ പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് 5 വർഷത്തെ ഏജ് റിലാക്സേഷൻ ലഭിക്കും. സോ SC ST കാറ്റഗറിയിലുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ലോവർ ഏജ് ലിമിറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം. August 2, 98 എന്നുള്ളത് വീണ്ടും അത് August 2, 93 എന്നായി മാറും. ഓക്കെ, സോ ഇതായിരിക്കും നിങ്ങളുടെ ഏജ് ബ്രാക്കറ്റ് വരുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ എല്ലാവർക്കും? സോ ഇനി അതുകൂടാതെ തന്നെ ഇപ്പം പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് അങ്ങനെയുള്ളവർക്കൊക്കെ വീണ്ടും റിലാക്സേഷൻ വരുന്നുണ്ട് 10 വർഷത്തെ. ഇനി എക്സ് മിലിറ്ററി അങ്ങനെയുള്ളവർക്കൊക്കെ ഒരുപാട് റിലാക്സേഷൻസ് വീണ്ടും വരുന്നുണ്ട്. പക്ഷെ നമ്മൾ മേജർ ആയിട്ട് കാണുന്ന റിലാക്സേഷൻസ് ഇതൊക്കെയാണ്. ക്ലിയർ ആയല്ലോ? സോ ഇപ്പം നമ്മൾ പറഞ്ഞത് 18 to 27 വയസ്സുള്ള ആൾക്കാരുടെ ഏജ് ബ്രാക്കറ്റും അവർ റിലാക്സേഷൻ വരുമ്പോൾ ഉള്ള ചേഞ്ചുമാണ്. ഇനി ഇത് തന്നെ 20 to 30 ഇയേഴ്സിലേക്ക് പോകുമ്പോഴേക്കും ഇവിടെ നോക്കിക്കേ, August 2,
1995 ഓഗസ്റ്റ് 1, 2005 ഇടയിൽ ജനിച്ച ആൾക്കാരായിരിക്കണം എന്നാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ OBCയുടെ റിലാക്സേഷൻ വീണ്ടും മാറുന്നുണ്ടോ? ഇല്ല, അവിടെ വീണ്ടും 3 years ആണ്. SC/STയുടെ റിലാക്സേഷൻ വീണ്ടും അവിടേക്ക് വരുമ്പോൾ 5 years തന്നെയാണ് വരുന്നത്. അവിടേക്ക് വ്യത്യാസം വരുന്നില്ല. ക്ലിയർ ആവുന്നുണ്ടല്ലോ എല്ലാവർക്കും ഇപ്പോൾ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ. ഇനി അടുത്തതായിട്ട് വരുന്നത് 18 to 30 ഇയേഴ്സും 18 to 32 ഇയേഴ്സും ആണ്. ഇവിടെയും ഇതേപോലെ തന്നെ റിലാക്സേഷൻ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഉൾപ്പെടുന്ന കാറ്റഗറി ഏതാണോ അതിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അവിടെ ക്ലിയർ ആയിട്ട് കാണാം. ഏത് SC/ST കാറ്റഗറിയിലുള്ള ആളാണെങ്കിലും 5 years റിലാക്സേഷൻ കാണാം നിങ്ങൾക്ക് ഇവിടെ. OBC കാറ്റഗറിയിലുള്ളവർക്ക് 3 വർഷത്തെ റിലാക്സേഷൻ, വീണ്ടും പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ഉള്ളവർക്ക് 10 yearsന്റെ റിലാക്സേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഓക്കെ, ഇനി അതിന്റെ കോമ്പിനേഷൻസ് വരികയാണെങ്കിൽ അവിടെ, അതായത് ഇപ്പോൾ OBC കാറ്റഗറിയിലുള്ള ഒരു ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള ആളാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് 10 + 3 ഇവിടെ 13 വർഷത്തെ റിലാക്സേഷൻ കിട്ടും. ഇനി SC/ST കാറ്റഗറിയിലുള്ള ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ ഇവിടെ 10 + 5 15 വർഷത്തെ റിലാക്സേഷൻ ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ റിലാക്സേഷൻ എങ്ങനെയാണ് വരുന്നത് എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ബാക്കി അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ നോട്ടിഫിക്കേഷനിൽ കാണാം. സോ എന്താണ് ഈ ഓരോ ക്രൈറ്റീരിയൻ്റെ മീനിങ് എന്താണെന്നൊക്കെയാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് അപ്പോൾ ഏജ് കാറ്റഗറീസ്, ഏജ് റിലാക്സേഷൻ എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ബേസിക്കലി ഡിഗ്രിയാണ്. അതായത് ഡിഗ്രി കയ്യിലുള്ള ഏതൊരാൾക്കും ഈ എക്സാമിന് അപ്ലൈ ചെയ്യാം. എന്നാൽ നിങ്ങൾ ഈ 2 പോസ്റ്റുകൾ, അതായത് ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസറിന്റെ പോസ്റ്റോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2 എന്ന് പറയുന്ന പോസ്റ്റോ, ഈ 2 പോസ്റ്റുകളിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചിട്ടുണ്ടാവണം എന്നുള്ളത് അതൊരു ഡിസൈറബിൾ ആയിട്ടുള്ള റിക്വയർമെന്റ് ആണ്, ഡിസൈറബിൾ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ആണ്. സോ ബാക്കിയെല്ലാം ഇവിടെ നിങ്ങൾ ക്ലിയർലി നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. എല്ലാ പോസ്റ്റുകൾക്കും വേണ്ട മിനിമം എലിജിബിലിറ്റി എന്ന് പറയുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഈക്വലന്റ്, ഇതാണ് നിങ്ങൾക്ക് വേണ്ടത്. ആൻഡ് അവിടെ വീണ്ടും ഇത്ര നമ്പർ ഓഫ് മാർക്സ് അല്ലെങ്കിൽ ഇത്ര കട്ട് ഓഫ് പെർസെൻറ്റേജ് അങ്ങനെ ഒന്നും പറയുന്നില്ല. നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഡിഗ്രി കയ്യിൽ ഉണ്ടായാൽ മാത്രം മതി നിങ്ങൾക്ക് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്ക് 50%, 60% പാസ്സാവണമെന്നൊന്നും ഒരു നിർബന്ധമില്ല. ഇനി JSOന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഒരു ചെറിയ വ്യത്യാസം കാണാൻ പറ്റും. ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എനി സബ്ജക്ട് ഫ്രം എ യൂണിവേഴ്സിറ്റി വിത്ത് അറ്റ്ലീസ്റ്റ് 60% മാർക്സ് ഇൻ മാത്തമാറ്റിക്സ് അറ്റ് 12th സ്റ്റാൻഡേർഡ് ലെവൽ. സോ JSOന്റെ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മാത്സ് 12th സ്റ്റാൻഡേർഡിലെ മാത്സിൽ നിങ്ങൾക്ക് 60% മാർക്ക് ഉണ്ടായിരിക്കണം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചിട്ടുണ്ടാവണം. സോ അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ Tier 2 എക്സാമിൽ ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസറിൻ്റെ പോസ്റ്റിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു പേപ്പറായിട്ട് നിങ്ങൾക്ക് അപ്പിയർ ചെയ്യേണ്ടതായിട്ട് വരും. സോ അതുകൊണ്ടാണ് ഇവിടെ ഈ ഒരു റിക്വയർമെൻറ്റ് പറയുന്നത്. സോ നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി എന്ന് പറയുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഒരു ഡിസൈറബിൾ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആണ്. ഇത് നിർബന്ധമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ അല്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കുക. സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2ന്റെ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എനി സബ്ജക്ട് വിത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് ആസ് വൺ ഓഫ് ദ സബ്ജക്ട്സ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂട്ട്. സോ ഇവിടെ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചിട്ടുണ്ടായിരിക്കണം ഡിഗ്രി ലെവലിൽ. സോ ഈ ഒരു പോസ്റ്റിന് ഡിഗ്രിക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചിട്ടുണ്ടായിരിക്കണം എന്നുള്ളത് ഡെഫിനറ്റ് ആയിട്ട് വരുന്ന ഒരു റിക്വയർമെന്റ് ആണ്. മുകളിൽ അതൊരു ഡിസൈറബിൾ റിക്വയർമെന്റ് ആയിരുന്നു, ഇവിടെ അതൊരു മാൻഡേറ്ററി റിക്വയർമെന്റ് ആണ്. സോ Part 1, Part 2, Part 3 or in all the 6 semesters of 3-year degree and not as any paper. അതായത് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഒരു പേപ്പർ അല്ല, സ്റ്റാറ്റിസ്റ്റിക്സ് തന്നെ നിങ്ങൾ സബ്ജക്റ്റ് ആയിട്ട് ഡിഗ്രി പഠിച്ചിട്ടുണ്ടാവണം. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ബാക്കി എല്ലാ പോസ്റ്റുകൾക്കും നിങ്ങൾക്ക് ജസ്റ്റ് ബാച്ചിലേഴ്സ് ഡിഗ്രി മതി. അതിൽ ഇത്ര എന്താ പറയുക, ഇത്ര പെർസെൻറ്റേജ് അങ്ങനത്തെ നിർബന്ധങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇത് എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. ഇനി നമ്മുടെ എക്സാമിൻ്റെ സ്കീമിലേക്ക് വരാം. സോ സ്കീം ഓഫ് ദി എക്സാമിനേഷൻ നമുക്ക് അറിയുന്നത് പോലെ തന്നെ ഇവിടെ Tier 1 ആൻഡ് Tier 2 ആണ് ഉണ്ടാവുക. ഇത് രണ്ടും ഓൺലൈൻ ആയിട്ടാണ് നടക്കുന്നത്. ഓക്കെ, സോ Tier 1 എക്സാമിനേഷൻ്റെ സ്കീം എന്ന് പറയുന്നത് 4 സബ്ജക്ട്സ് ആയിരിക്കും ഉണ്ടാവുന്നത്. ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, ജനറൽ അവയർനെസ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ. ഇതിന് തുല്യ വെയിറ്റേജ് ആണ്. ഓരോ സെക്ഷനിൽ നിന്നും 25 ക്വസ്റ്റ്യൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു ക്വസ്റ്റിന് 2 മാർക്ക് വെയിറ്റ് ചെയ്ത്
വെയിറ്റേജ് വീതം നിങ്ങൾക്ക് ഒരു സെക്ഷനിൽ നിന്ന് 50 മാർക്ക്. സോ ടോട്ടൽ 200 മാർക്കിലായിരിക്കും ഈ എക്സാമിനേഷൻ നടക്കുന്നത്. എന്ന് വെച്ചാൽ 100 ചോദ്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് 200 മാർക്ക് നേടണം. ക്ലിയർ എല്ലാവർക്കും? ഇനി അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന മറ്റൊരു കാര്യം, 1 hour ആണ് നമ്മുടെ ഈ എക്സാമിനേഷൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. സോ സ്ക്രൈബ് വെച്ച് എഴുതാനുള്ളവർക്ക് അവർക്ക് വേണ്ടി മാത്രം 20 minutes എക്സ്ട്രാ വരും. ബട്ട് സ്റ്റിൽ 1 hour ആണ് നമ്മുടെ ബാക്കി എല്ലാ കാറ്റഗറീസിലും ഉള്ളവർക്ക് വരുന്ന എക്സാമിനേഷൻ്റെ സമയം. ഇനി ഈ ഔട്ട് ഓഫ് 200-ൽ നിങ്ങൾ കട്ട് ഓഫ് ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങളുടെ Tier 2 എക്സാമിലേക്ക് നിങ്ങൾ എലിജിബിൾ ആവുകയുള്ളൂ. ഓക്കെ, സോ Tier 2 എക്സാം എന്ന് പറയുന്നതും ഇതുപോലെ തന്നെ ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിനേഷൻ ആണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. ആൻഡ് ഇവിടെയും നിങ്ങൾക്ക് ഇംഗ്ലീഷിലും അല്ലെങ്കിൽ ഹിന്ദിയിലും ക്വസ്റ്റ്യൻസ് എഴുതാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. സോ ഇവിടെ നമ്മുടെ നേരത്തെ എക്സാമിൽ 0.50 ആണ് നെഗറ്റീവ് മാർക്കിംഗ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ Tier 2-ലേക്ക് വരുമ്പോഴേക്കും ക്വസ്റ്റ്യൻ്റെ വെയിറ്റേജിലും വ്യത്യാസം വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇവിടെ നെഗറ്റീവ് മാർക്കിങ്ങിലും വ്യത്യാസം വരുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് ആദ്യം ഇത് ജസ്റ്റ് ഒന്ന് ക്ലിയർ ആയിട്ട് നോക്കാം. സോ ഫസ്റ്റ് നമ്മുടെ Tier 2-നെ പല പേപ്പേഴ്സ് ആയിട്ടും സെഷൻസ് ആയിട്ടും നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഓവറോൾ ഐഡിയ നിങ്ങൾക്ക് ആദ്യം ഞാൻ കാണിച്ചു തരാം. സോ ഇവിടെ പേപ്പർ 1 ആൻഡ് പേപ്പർ 2. പേപ്പർ 2 എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ JSOയുടെ പോസ്റ്റിലേക്കും ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസറിന്റെ പോസ്റ്റിലേക്കും സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2ന്റെ പോസ്റ്റിലേക്ക് മാത്രമാണ് ആവശ്യമുള്ളൂ. സോ പേപ്പർ 3 ഇല്ല, ബിക്കോസ് നമുക്ക് AAയുടെ പോസ്റ്റ് വരുന്നില്ല. അപ്പോൾ പിന്നെ ജനറൽ സ്റ്റഡീസ് ആൻഡ് ഫിനാൻസ് അത് വരുന്നുണ്ടാവില്ല. സോ നമുക്ക് ഈ പേപ്പർ 1-നെ സെഷൻ 1-ഉം സെഷൻ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സെഷൻ 1-ൽ ഏതൊക്കെയാണ് വരുന്നത് നോക്കാം. സോ സെഷൻ 1-നെ വീണ്ടും സെക്ഷൻസ് ആയിട്ട് നമ്മളിവിടെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ സെക്ഷൻ 1-ൽ വരുന്നത് മാത്സും റീസണിങ്ങും ആണ്. രണ്ടിനും തുല്യ വെയിറ്റേജ് ആണ്, 30 and 30 ആണ്. ഒരു ക്വസ്റ്റിന് 3 മാർക്സ് വീതം. ഒരു ടോട്ടലി നിങ്ങൾക്ക് ഇവിടെ 60 ക്വസ്റ്റ്യൻസിൽ നിന്നും 3 മാർക്സ് ചെയ്ത് ഇൻറ്റു 3 ചെയ്ത് 180 ആണ് നിങ്ങളുടെ ടോട്ടലായിട്ട് വരുന്നത്. ക്ലിയർ എല്ലാവർക്കും? ഓക്കെ, സോ ഈ സെക്ഷന് നിങ്ങൾക്ക് കിട്ടുന്നത് 1 hour ആണ്. സോ ഈ 180 മാർക്സ് നിങ്ങൾ 1 മണിക്കൂറിലാണ് സോൾവ് ചെയ്യേണ്ടത്. ക്ലിയർ? ഇനി അടുത്ത സെക്ഷൻ ഇംഗ്ലീഷ് ലാംഗ്വേജും ജനറൽ അവയർനെസ്സും ആണ്. അപ്പോൾ ഇവിടേക്ക് നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ സെയിം വെയിറ്റേജ് തന്നെയാണ്. ഇവിടെ 45-ഉം 25-ഉം വെയിറ്റേജ് മീൻസ് ഓരോ ക്വസ്റ്റിനും ഇവിടെ സെയിം വെയിറ്റേജ് ഓഫ് മാർക്സ് ആണ്. സോ ടോട്ടൽ 70 ക്വസ്റ്റ്യൻസ്. സോ 45-ൽ നിന്ന് ഒരു ക്വസ്റ്റിന് 3 മാർക്ക് വീതം, ഇവിടെ വീണ്ടും ഒരു ക്വസ്റ്റിന് 3 മാർക്ക് വീതം. സോ ടോട്ടലി 210 മാർക്കാണ് ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നത്. മുകളിൽ 60 ക്വസ്റ്റ്യൻസിൽ നിന്ന് 180 ആയിരുന്നു, ഇവിടെ 70 ക്വസ്റ്റ്യൻസിൽ നിന്നും 210 ആണ് വന്നിട്ടുള്ളത്. സോ ഇൻഡിവിജ്വലി നിങ്ങൾക്ക് ഓരോ സെക്ഷനും, അതായത് ഓരോ സെഷൻ അല്ല, ഓരോ സെക്ഷനും നിങ്ങൾക്ക് കിട്ടുന്നത് 1 hour ആയിരിക്കും. ക്ലിയർ? സോ ഇവിടെ നിങ്ങൾക്ക് ഈ സെക്ഷന് വന്നിരിക്കുന്നത് 1 hour. അത് കഴിഞ്ഞ് രണ്ടാമത്തെ സെക്ഷന് 1 hour. അതിനുശേഷം ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് വരുന്നുണ്ടാകും, അതിന് 15 minutes. അപ്പോൾ ഇത് എല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ഇവിടെ ടോട്ടലി 2 hours and 15 minutes കിട്ടുന്നത്. ക്ലിയർ ആയോ എല്ലാവർക്കും? ഓക്കെ, സോ ഇതിന് വേണ്ടിയിട്ടാണ് ഇവിടെ കമ്പ്യൂട്ടർ നോളജ് ടെസ്റ്റ് ആൻഡ് ഡേറ്റ എൻട്രി സ്പീഡ് ടെസ്റ്റ്. അത് ഓരോ പോസ്റ്റിനനുസരിച്ചാണ്. ചില പോസ്റ്റിന് കമ്പ്യൂട്ടർ നോളജ് ടെസ്റ്റും ചിലതിന് ഡേറ്റ എൻട്രിയുടെ സ്പീഡ് ടെസ്റ്റോ അല്ലെങ്കിൽ സ്കിൽ ടെസ്റ്റും ആയിരിക്കും ഉണ്ടാവുന്നത്. സോ അതിനനുസരിച്ചിട്ടാണ് വരുന്നത്. സോ ഈ പോസ്റ്റ് ഇത് എല്ലാവർക്കും കമ്പൽസറി ആണ്. ഇത് പോസ്റ്റ് അനുസരിച്ചിട്ടാണ്. ഡേറ്റ എൻട്രി സ്പീഡ് ടെസ്റ്റ് ആണോ അതോ ടൈപ്പിംഗ് ടെസ്റ്റ് ആണോ വരിക എന്നുള്ളത്. ഓക്കെ, സോ ഇതിന് നിങ്ങൾക്ക് ടോട്ടലി കിട്ടുന്നത്, ഇവിടെ വരെ നിങ്ങൾക്ക് കിട്ടുന്നത് 15 minutes ആണ്. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? ഇനി ഇവിടേക്ക് വരുമ്പോൾ ടോട്ടലി, അതായത് മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ് ജനറൽ അവയർനെസ്, കമ്പ്യൂട്ടർ നോളജ് ടെസ്റ്റ് ആൻഡ് ഡേറ്റ എൻട്രി സ്പീഡ് ടെസ്റ്റ് അല്ലെങ്കിൽ ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് എല്ലാത്തിനും കൂടി വരുന്നതാണ് 2 hours and 15 minutes. എല്ലാം ഒരു ദിവസം തന്നെ നടക്കുന്നതും ആയിരിക്കും. 2 ദിവസത്തേക്കൊന്നും ഉണ്ടാവില്ല, സെയിം ഡേ ആയിരിക്കും നടക്കുന്നത്. ആൻഡ് നിങ്ങളുടെ നെക്സ്റ്റ് ഈ JSOയുടെ പോസ്റ്റോ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2ന്റെ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളവരുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന ഒരു എക്സാമാണ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ എക്സാമിനേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ അതിന് 100 ചോദ്യങ്ങളാണ്. ഒരു ക്വസ്റ്റിന് 2 മാർക്ക് വീതം. ഔട്ട് ഓഫ് 200 ആണ് വെയിറ്റേജ് വരുന്നത്. ആൻഡ് ഇതിന് നിങ്ങൾക്ക് കിട്ടുന്നത് 2 hours ആണ്. ഈ 200 മാർക്കിന് 2 മണിക്കൂർ നിങ്ങൾക്ക് ആക്ച്വൽ ടൈം കിട്ടുന്നതായിരിക്കും.
ക്ലിയർ ആയോ എല്ലാവർക്കും? അപ്പോൾ ഇതാണ് നമ്മുടെ Tier 2-ന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള എക്സാം പാറ്റേൺ എന്ന് പറയുന്നത്. ആൻഡ് ഇനി ഈ 4 സെക്ഷൻസിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ആണ് ബാക്കി പാർട്ട് ഓഫ് ദ നോട്ടിഫിക്കേഷനിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി നിങ്ങൾക്ക് എക്സാമിൻ്റെ സിലബസിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒത്തിരി ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല, നമ്മൾ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. റീസണിങ്ങിൻ്റെ സിലബസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. പൊതുവേ റീസണിങ്ങിൽ നിന്ന് വരുന്ന എല്ലാ ടൈപ്പ് ഓഫ് ടോപ്പിക്സും ഇതിൻ്റെ പാർട്ടായിട്ട് വരാറുണ്ട്. പിന്നെ ജനറൽ അവയർനെസ് ഉണ്ട്, അതുപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും ഇംഗ്ലീഷ് ലാംഗ്വേജ് കോംപ്രിഹെൻഷനും വരുന്നുണ്ട്. ഇനി Tier 2-ന്റെ സിലബസിലേക്ക് പോകുമ്പോഴേക്കും ഇത്രയും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ ഫസ്റ്റ് Tier 1 എക്സാമിന് പഠിക്കുന്ന കാര്യങ്ങൾ തന്നെ, പക്ഷേ ഇത്രയും കൂടി ഹയർ ലെവലിലേക്ക് പോകുന്ന രീതിയിലായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവുക. ഓക്കെ, സോ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് രണ്ടും നിങ്ങൾ ക്ലിയർ ചെയ്യണം. Tier 1 ക്ലിയർ ചെയ്താലാണ് Tier 2-ലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ. അതിനുശേഷം നല്ല ക്യുമുലേറ്റീവ് മാർക്ക് ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് നല്ല പോസ്റ്റിങ്ങിലേക്ക് ലഭിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമ്മൾ എക്സാമിൻ്റെ ഡേറ്റിൻ്റെ കാര്യം പറഞ്ഞു. ഇനി ആപ്ലിക്കേഷൻ ഫീയുടെ കാര്യം കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട് അല്ലേ. സോ ആപ്ലിക്കേഷൻ ഫീയുടെ കാര്യം ഇവിടെ 100 rupees ആണ് നോർമലി ഫീ നമ്മൾ പേ ചെയ്യേണ്ടത്. സോ SSCയുടെ എല്ലാ എക്സാമിനേഷൻസിനും ഇത് തന്നെയാണ് ഫീസ് വരുന്നത്. സോ ഇതിൽ വിമൻ കാൻഡിഡേറ്റ്സും കാൻഡിഡേറ്റ്സ് ബിലോങ്ങിങ് ടു SC, ST ആൻഡ് ESM ആൻഡ് പേഴ്സൺസ് വിത്ത് ഫിസിക്കൽ ഡിസബിലിറ്റീസ് അങ്ങനെയുള്ളവരും ഇതിന് ഫീ അടയ്ക്കേണ്ട കാര്യമില്ല. അല്ലാത്തവരെല്ലാം തന്നെ 100 രൂപ ഫീ ഇതിന് അടയ്ക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ എക്സാമിനേഷനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളത്. സോ സമയം നിങ്ങൾ വേസ്റ്റ് ആക്കരുത്, എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ പഠിത്തം നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. അപ്ലൈ ചെയ്യേണ്ട സമയത്ത് നിങ്ങളുടെ ഫോട്ടോയും സ്കാൻ ഫോട്ടോയും സിഗ്നേച്ചറും ഒക്കെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. സോ അത്രയും തന്നെ ഉള്ളൂ. കംപ്ലീറ്റ്ലി ഓൺലൈൻ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി എങ്ങനെ പഠിക്കും എന്നുള്ള ബുദ്ധിമുട്ടിലോ അല്ലെങ്കിൽ അങ്ങനത്തെ വിഷമത്തിലാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട. നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരുപാട് 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 അവസരങ്ങൾ ഒരുക്കുന്നുണ്ട്. ഓക്കെ, സോ അപ്പോൾ ഇവിടെ നോക്കുക, നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. 14,000+ വേക്കൻസീസ് ആണ് വന്നിരിക്കുന്നത്. സോ ഒത്തിരി ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി ജോലി കിട്ടുന്ന ഒരു സിറ്റുവേഷൻ, ഒരു സിനാരിയോ ആണിത്. അപ്പോൾ നമ്മൾ എൻട്രിയിൽ ഇതിനു വേണ്ടി നിങ്ങളുടെ ഒരുപാട് കോഴ്സുകൾ ഒരുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കോഴ്സുകളുടെ പ്രത്യേകത നിങ്ങൾക്കറിയാം. ഫസ്റ്റ് നമ്മൾ അൺലിമിറ്റഡ് ആക്സസ് ടു റെക്കോർഡഡ് ക്ലാസ്സസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതായത് നിങ്ങളുടെ സിലബസിലുള്ള ഏത് ടോപ്പിക്കും ആയിക്കോട്ടെ അതിനെല്ലാം നമുക്ക് പല റെക്കോർഡഡ് ക്ലാസ്സസും അവൈലബിൾ ആണ്. ഇനി അതുകൂടാതെ നിങ്ങൾ അവിടെ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ ലൈവ് ക്ലാസ്സസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ നിങ്ങൾക്ക് നിങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സുമായിട്ട് ലൈവായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാം. എന്ത് ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ മെൻറ്റേഴ്സുമായിട്ട് കോൺടാക്ട് ചെയ്ത് ഫുൾ ടൈം അവരുടെ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിരിക്കും. ഇനി വീണ്ടും കംപ്ലീറ്റ്ലി എക്സാം ഫോക്കസ്ഡ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻസും എക്സാം ഫോക്കസ്ഡ് ബാച്ചസുമാണ് നമ്മൾ റൺ ചെയ്യുന്നത്. സോ നമുക്ക് ഓൾറെഡി എക്സാമിൻ്റെ ഡേറ്റ് ഒക്കെ വന്നു അല്ലേ, അപ്പോൾ അധികം സമയമില്ല. സോ ഉള്ള സമയത്ത് മാക്സിമം നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് എക്സാം ഫോക്കസിലാണ് നമ്മുടെ സ്റ്റഡി പ്ലാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ആക്ച്വൽ CGL എക്സാമിനേഷനെ പോലെ തന്നെ വരുന്ന അതേ വെയിറ്റേജും നെഗറ്റീവ് മാർക്കിങ്ങോടും കൂടിയാണ് നമ്മളുടെ മോക്ക് ടെസ്റ്റുകൾ വരുന്നത്. സോ ഇതിൽ എല്ലാം നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ജോയിൻ ചെയ്യാം. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്കൊരു നമ്പർ കാണുന്നുണ്ടാവും അല്ലേ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു നമ്മുടെ സ്ക്രോളിലൂടെ ഒരു നമ്പർ പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ആ നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ കണക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ നമ്പറും അതുകൂടാതെ ഒരു ലിങ്കും നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുമായിട്ട് നിങ്ങൾക്ക് നമ്മളെ കണക്ട് ചെയ്ത് ഡെഫിനറ്റ്ലി നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് ഈ വർഷത്തെ 2025 CGL എന്തായാലും ക്രാക്ക് ചെയ്യാം. ഓക്കെ, ഇനി CGLൻ്റെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുടെ ഒരു വലിയ ടെൻഷനാണ് മാത്സ് എങ്ങനെ പഠിക്കും, എന്താണ് നമുക്ക് മാത്സിൽ പെട്ടെന്ന് മാർക്ക് കിട്ടാൻ ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ മാത്സിലെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഷോർട്ട് കട്ട്സ് നിങ്ങൾക്ക് സാറുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് റിജിൻ സാർ ലൈവിൽ വരുന്നുണ്ട്. ഈ വരുന്ന ജൂൺ 14 രാത്രി 8 മണിക്കാണ് ഈ ലൈവ് വരുന്നത്. സോ SSC CGLൻ്റെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ മാത്സ് ഡിസ്കസ് ചെയ്യുന്ന മാത്സിലെ ട്രിക്സും ഏറ്റവും നല്ല മെത്തേഡ്സും ഡിസ്കസ് ചെയ്യുന്ന ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ലൈവ് ആയിരിക്കും ഇത്. അപ്പോൾ നിങ്ങൾ ആരും മറക്കരുത്. ഇതിന് രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്കും നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, ഇല്ലെങ്കിൽ ഈ വീഡിയോയുടെ പിൻഡ് കോമെന്റ് ആയിട്ടും നമ്മളത് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വീണ്ടും നമുക്ക് നമ്മുടെ നോട്ടിഫിക്കേഷനിലേക്ക് തിരിച്ചു വരാം.
അധികം സമയമൊന്നുമില്ല. നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. സോ ഡേറ്റ്സ് ഒന്നും കൂടെ നോക്കിക്കോളൂ. ഈ വരുന്ന ഓഗസ്റ്റ് 13-ാം തീയതി മുതൽ എക്സാം സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിനു മുമ്പ് എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് നമ്മുടെ എക്സാമിന് അപ്പിയർ ചെയ്യും. ഓക്കെ, സോ വിഷ് യു ഓൾ എ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.